Hi all, welcome back to our channel. അപ്പോൾ നാളത്തെ ടാസ്കിന്റെ ഡീറ്റെയിൽസും ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. നാളത്തെ ടാസ്ക് മാത്രമല്ല, നാളെയും മറ്റന്നാളും സാറ്റർഡേ ആൻഡ് സൺഡേ നിങ്ങൾ ചെയ്യേണ്ട ടാസ്കിന്റെ ഡീറ്റെയിൽസും ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. 2 ദിവസത്തെ ഡീറ്റെയിൽസ് തരാനുള്ള റീസൺ ചിലപ്പോൾ നാളത്തെ ദിവസം ഞാൻ വീഡിയോ ഇടാനുള്ള ചാൻസ് ഇല്ല. നാളെ സാറ്റർഡേ ആണ്, അപ്പോൾ പുറത്തൊക്കെ പോകേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ മേടിക്കാനും ഒക്കെ ഉണ്ട്. അപ്പോൾ രാവിലെ ചിലപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ രാവിലെ വീഡിയോ എടുത്താൽ എനിക്ക് 2 PM ആകുമ്പോഴേക്കും അത് എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ വീഡിയോ എടുക്കാൻ ചാൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് 2 ടാസ്കും ഈ ഒരു വീഡിയോ തന്നെ ഞാൻ പറയുന്നത് കേട്ടോ. ഇനി അഥവാ വീഡിയോ എടുക്കാൻ പറ്റുകയാണെങ്കിൽ നാളെ ഞാൻ വീഡിയോ എടുക്കാം, നമുക്ക് മറ്റെന്തെങ്കിലും ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാം. കാരണം ഡെയിലി വീഡിയോസ് കുറേ പേർക്ക് മോട്ടിവേഷൻ ആണെന്ന് എനിക്കറിയാം. അപ്പോൾ കഴിയുന്നതും എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് ടാസ്കിലോട്ട് പോകുന്നതിന് മുമ്പ് ഇന്ന് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഒരു കമന്റ് കാണിക്കാം. ഈ ഒരു കമന്റ്, നമ്മുടെ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു കമന്റ് കുറേ ദിവസമായിട്ട് നമ്മുടെ കമന്റ് സെക്ഷനിൽ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. ഒരാൾ തന്നെയാണ് ഈ ഒരു കമന്റ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. ചില സമയത്ത് ഞാൻ നെയിം ശ്രദ്ധിക്കാറില്ല. പക്ഷെ 1, 2, 3 തവണ ഈ ഒരു സെയിം കമന്റ് കണ്ടപ്പോഴാണ് എനിക്ക് ഇത് അഡ്രസ് ചെയ്യണം തോന്നി. ഇത് ഒരാളുടെ മാത്രം ഒരു ഇഷ്യൂ ആയിരിക്കില്ല, ഒരുപാട് പേരുടെ ഇഷ്യൂ ആണെന്ന് എനിക്കറിയാം. ഈവൻ ആ കൂട്ടത്തിൽ ചിലപ്പോൾ ഞാനും എന്നെയും പെടുത്താം. നമ്മൾ എല്ലാവർക്കും ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു സംഭവമാണ് ഈ കുട്ടി ഈ ഒരു കമന്റ് ആയിട്ട് കൊടുത്തേക്കുന്നത്. അപ്പം അത് ഇന്നത്തെ വീഡിയോയിൽ അഡ്രസ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. പ്രത്യേകിച്ച് നമുക്ക് ഡയറ്റും വർക്കൗട്ടും ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് ഒരു ഫ്യൂ ഡേയ്സ് കഴിഞ്ഞാൽ എല്ലാവർക്കും വരുന്ന ഒരു സംഭവമാണ് ഡീമോട്ടിവേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. അത് ശരിക്കും നമുക്ക് ഒരു അർത്ഥമില്ലാതെ തോന്നും. നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് വർക്കൗട്ട് ചെയ്യുന്നത്, ഡയറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒരു റുട്ടീൻ എന്തിനാണ് എന്നൊക്കെ നമുക്ക് ഇടയ്ക്ക് തോന്നിപ്പോകുന്ന ഓരോ സിറ്റുവേഷൻസ് ഉണ്ടാവാം. ഈവൺ എനിക്കും അതേ സെയിം സിറ്റുവേഷൻ എനിക്കും ഫീൽ ചെയ്തിട്ടുണ്ട്. ആ എക്സ്പീരിയൻസ് എനിക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് ഓവർകം ചെയ്യാന്ന് പറയുന്നത് കുറച്ച് സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പൊ അതിൽ എനിക്ക് എത്രത്തോളം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ കുറച്ച് കാര്യങ്ങൾ, ഞാൻ അതെങ്ങനെയാണ് ഓവർകം ചെയ്യുന്നത്, ഞാൻ വീണ്ടും മോട്ടിവേറ്റ് ആവാൻ വേണ്ടി എന്തൊക്കെയാണ് ഞാൻ ചെയ്യാറ് എന്നുള്ള കാര്യം ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്ന കുറച്ച് കാര്യങ്ങളും നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റാവുന്ന കുറച്ച് കാര്യങ്ങളും നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ all about motivation, how to stay consistent in your weight loss journey. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യത്തെ പോയിന്റിലോട്ട് വരികയാണെങ്കിൽ, നമ്മളിപ്പം നമ്മുടെ വീഡിയോസ് അല്ലെങ്കിൽ നമ്മുടെ ചാലഞ്ച് എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ തുടക്കം മുതൽ ചെയ്തുകൊണ്ടിരുന്ന ചാലഞ്ച് നമ്മളിപ്പം ഏകദേശം 3 വർഷം ഫിനിഷ് ആവാനായി, 4 വർഷമായി തോന്നുന്നു നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട്. അപ്പോൾ ഇതുവരെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ചാലഞ്ചസ് ഒക്കെ തന്നെ എല്ലാവർക്കും ഒരു ബിഗിനർ എന്നുള്ള രീതിയിലാണ്. ഞാൻ അഡ്വാൻസ് ലെവലിലേക്ക് ഒരു ചാലഞ്ച് ഞാൻ ഇതുവരെ ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വളരെ ഈസി സ്റ്റെപ്സ് വെച്ചിട്ടുള്ള ചാലഞ്ചുകളാണ് ഞാൻ ചെയ്യാറ്. കാരണം ഇതിന്റെ ഒരു മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരുപാട് നമ്മളെ കൊണ്ട് പറ്റാത്ത പല ടാസ്കുകളും നമ്മളെ ഏൽപ്പിക്കുമ്പോൾ ചിലപ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നാം. അത് നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ പിന്നീട് ആ ഒരു മോട്ടിവേഷൻ കിട്ടാത്ത ഒരു അവസ്ഥ വരാം. അപ്പൊ അതുകൊണ്ടാണ് സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് ഞാൻ ചെറിയ കുഞ്ഞു ടാസ്കുകളായിട്ട് നിങ്ങളെ ഏൽപ്പിക്കുന്നതും നിങ്ങളെ കൊണ്ട് അത് ഫിനിഷ് ചെയ്യിപ്പിക്കുന്നതും. അപ്പൊ അത് തന്നെയാണ് നമുക്ക് മോട്ടിവേറ്റ് ആവാനുള്ള ഏറ്റവും വലിയൊരു സംഭവം. ചിലരൊക്കെ പറയുന്നതൊക്കെ നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പം 1 മണിക്കൂറെങ്കിലും വർക്കൗട്ട് ചെയ്യണം, ഡയറ്റ് പക്കയായിരിക്കണം, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ. പക്ഷെ ഇതിലേക്ക് ഈ ഒരു ഫൈനൽ റിസൾട്ടിലോട്ട് നമ്മൾ എത്തിച്ചേരുന്നതിന് മുമ്പേ നമ്മളെ കൊണ്ട് പറ്റുന്നത് എന്താണോ, നമ്മുടെ കപ്പാസിറ്റിക്ക് നമ്മുടെ മൈൻഡിന് പറ്റുന്നത് എന്താണോ അതാണ് നമ്മൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി നോക്കേണ്ടത്. ഇപ്പോൾ 1 മണിക്കൂർ വർക്കൗട്ട് ടാർഗറ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ ഒരുപാട് സമയം എടുത്തുനിന്ന് വരാം. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കാതെ ഒരു മണിക്കൂർ വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന സമയത്തേ ഞാൻ ഇനി വർക്കൗട്ട് ചെയ്യൂന്ന് ചിന്തിച്ചിരിക്കാതെ, ഓക്കെ എന്നെ കൊണ്ട് പറ്റുന്ന ഒരു 10 മിനിറ്റ്സ് ആണ്, ആ 10 മിനിറ്റ്സ് എങ്കിലും ഞാൻ ചെയ്യും എന്നുള്ള ഒരു തീരുമാനത്തിലോട്ട് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ അവിടെ പകുതി വിജയിച്ചു കഴിഞ്ഞു. എല്ലാവരും ചെയ്യുന്നത് പോലെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കാതെ നമ്മുടേതായിട്ടുള്ള ഒരു വേ കണ്ടുപിടിക്കാനാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഫുൾ ഡേ ഡയറ്റ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ഡിന്നർ പാർട്ടിലെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം ഡിന്നറിന് നമ്മുടെ വെയിറ്റ് ലോസ് ജേർണിയിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണ്. ഡിന്നറിൽ നമ്മൾ എന്ത് കഴിക്കുന്നു അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പിറ്റേന്നത് വെയിറ്റിൽ റിഫ്ലക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ കഴിയുന്നത് ഡിന്നർ ലൈറ്റ് ആയിട്ട് കീപ്പ് ചെയ്യുക, കുറച്ച് നേരത്തെ ഡിന്നർ എടുക്കാൻ നോക്കുക. ഇപ്പൊ രാവിലത്തെയും ഉച്ചക്കത്തെയും ഡയറ്റ് ഒന്നും നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഡിന്നർ പാർട്ടിൽ ശ്രദ്ധിക്കുക. അങ്ങനെ ഡിന്നർ പാർട്ട് കുറച്ച് ദിവസം ശ്രദ്ധിച്ച് പോയിക്കൊണ്ടിരുന്നാൽ പിന്നെ നമുക്ക് ഓക്കെ ഇനി എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും കൂടെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നമുക്കൊന്ന് മെല്ലെ പ്രോപ്പർ ആക്കി കൊണ്ടുവരാൻ നോക്കുക. പിന്നെ അതും മെല്ലെ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന് അങ്ങനെ നമ്മുടെ 3 മെയിൻ മീൽസ് നമ്മളൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ബാലൻസ്ഡ് കാലറി ഡെഫിസിറ്റ്, അതുപോലെ തന്നെ ഒരു പോർഷൻ കൺട്രോൾഡ് ഡയറ്റ് പാറ്റേണിലൊക്കെ കൊണ്ടുവരാൻ വേണ്ടി നോക്കുക. ഫൈനൽ ഔട്ട്പുട്ടിനെ ആലോചിച്ച് ഇങ്ങനെ വിഷമിച്ചിരിക്കാതെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ ചെയ്ത് തുടങ്ങുകയാണ് വേണ്ടത്. അതിന് നമ്മൾ ആരെയും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ആരുടെയും മോട്ടിവേഷൻ വേണ്ട. ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് വർക്കൗട്ട് ചെയ്യാൻ നമ്മൾ ആരെങ്കിലും വെയിറ്റ് ചെയ്യണോ?
ഒരു മണിക്കൂർ വർക്കൗട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ അതിന്റെ ഫുൾ പാറ്റേൺ ഒക്കെ ശരിയാക്കി വെക്കണം. അതിനായിട്ടുള്ള ഒരു സമയം നമ്മൾ കണ്ടുപിടിക്കണം, എന്ത് വർക്കൗട്ട് ചെയ്യണം നമ്മൾ തീരുമാനിക്കണം. പക്ഷേ ഒരു 5 to 10 minutes വർക്കൗട്ടിൽ നമ്മൾ ആരെയാണ് വെയിറ്റ് ചെയ്യേണ്ടത്? ഏതെങ്കിലും ഒരു നമ്മൾ ജസ്റ്റ് യൂട്യൂബ് ഓപ്പൺ ചെയ്ത് തുടങ്ങി ഒരു 10 minutes വർക്കൗട്ട് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ തന്നെ 10 minutes വർക്കൗട്ട് എത്തും. അത് ഏത് സമയത്തും നമുക്ക് ചെയ്യാം. എന്നെ കൊണ്ട് പറ്റുന്നില്ല നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ബ്രെയിനിൽ തന്നെ രജിസ്റ്റർ ആയിക്കൊണ്ടിരിക്കും. നമുക്ക് പറ്റാത്ത കാര്യങ്ങളും കൂടി നമ്മൾ എപ്പോഴും പറ്റും, എന്നെ കൊണ്ട് ഇത് സാധിക്കും എന്ന് എപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അറിയാതെ തന്നെ നമ്മുടെ ബ്രെയിന് ആ രീതിയിൽ ട്രെയിൻ ആയിട്ട് വരികയാണ് ചെയ്യുക. അപ്പോൾ പറ്റില്ല എന്ന് എപ്പോഴും നെഗറ്റീവ് ആയിട്ടുള്ള ഒരു തോട്ട് നമ്മുടെ ബ്രെയിനിലോട്ട് സപ്ലൈ ചെയ്യുക. അത് എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് നമ്മുടെ ബ്രെയിനിലോട്ട് സപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. ഇനി നമ്മൾ സെക്കൻഡ് പോയിന്റിലോട്ട് വരികയാണെങ്കിൽ നമ്മൾ പലരും ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ വർക്കൗട്ടിന് ഒരു പണിഷ്മെന്റ് ആയിട്ടാണ് പലരും കാണുന്നത്. ഒരു 5 minute വർക്കൗട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു 10 minute വർക്കൗട്ട് ചെയ്യാൻ പോലും അതൊരു പണിഷ്മെന്റ് ആയിട്ട് കാണുന്നവരാണ് ഭൂരിഭാഗം ആളുകളും. പക്ഷെ നമുക്ക് ഇപ്പം വർക്കൗട്ട് നിങ്ങൾക്ക് ഒരു ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ പണിഷ്മെന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും എൻഗേജിംഗ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നിങ്ങൾ കണ്ടുപിടിക്കാം. ചിലർക്ക് സ്വിമ്മിങ്, പക്ഷെ അതൊന്നും നമുക്ക് എപ്പോഴും പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. നമുക്ക് ബാഡ്മിന്റൺ കളിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഗാർഡനിങ്, കുറച്ച് അധ്വാനമുള്ള ടൈപ്പ് ഗാർഡനിങ് ചെയ്യുക, അല്ലെങ്കിൽ ഡാൻസ് ചെയ്യുക. അങ്ങനെയൊക്കെ പറയുന്നത് നമുക്ക് എപ്പോഴും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസിലോട്ട് ശ്രദ്ധ നിങ്ങൾ കൊടുക്കുക. അത് പയ്യെ നിങ്ങൾ ചെയ്ത് വരുമ്പോൾ നിങ്ങൾ ആക്റ്റീവായി തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ബോഡിയിൽ നല്ല രീതിയിലുള്ള പോസിറ്റീവ് ഹോർമോൺസ് അല്ലെ ഹാപ്പി ഹോർമോൺസ് റിലീസ് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ പിന്നീട് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ള എനർജി നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യും. പിന്നെ പയ്യെ നിങ്ങൾക്ക് റിയൽ ഫോം ഓഫ് വർക്കൗട്ടിലേക്ക് തന്നെ കടക്കാവുന്നതാണ്. ആദ്യം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഫോം ഓഫ് വർക്കൗട്ട് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. എനിക്ക് ഭയങ്കര മടിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ടൈപ്പ് വർക്കൗട്ട് വെച്ചിട്ടാണ് എന്റെ വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്തത്. അത് സുംബ വർക്കൗട്ട് ആയിരുന്നു. സുംബ ചെയ്തുകൊണ്ടായിരുന്നു എന്റെ വർക്കൗട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പയ്യെ അത് ഞാൻ ശരിക്കും റിയൽ ഫോം ഓഫ് വർക്കൗട്ടിലോട്ട്, അല്ലെങ്കിൽ സ്ട്രെങ്ത് ട്രെയിനിങ് അല്ലെങ്കിൽ കാർഡിയോ ആ ഒരു രീതിയിലോട്ട് ഞാൻ കൊണ്ടുവരുമായിരുന്നു. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒരു സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അത് ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ അത് ഉണ്ടാവണമെന്നില്ല. എല്ലാവരും ചിലപ്പോൾ നമ്മളെ ഡിമോട്ടിവേറ്റ് ചെയ്യാൻ നോക്കുന്നവരായിരിക്കും. നമ്മൾ ഫുഡൊക്കെ ഒന്ന് കുറയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ ഒന്ന് ഡയറ്റ് ഫോളോ ചെയ്യുമ്പോഴൊക്കെ അത് വേണ്ട, നീ എല്ലാം കഴിക്കുക, അങ്ങനെയൊക്കെ പറയുന്ന ആളുകൾ ഉണ്ടാവാം. അതേപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ ഡയറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിന്നെ കൊണ്ട് ഇതൊന്നും പറ്റില്ല എന്നുള്ള രീതിയിൽ നമ്മളെ ഡിമോട്ടിവേറ്റ് ചെയ്യുന്നവരുണ്ടാവാം. അല്ലെങ്കിൽ നമ്മൾ വെയിറ്റ് കൂടിയതിന്റെ പേരിൽ നമ്മളെ കളിയാക്കുന്നവരുണ്ടാവാം. അതൊന്നും നമുക്കൊരു സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ അല്ല. അപ്പോൾ നിങ്ങളൊരു സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക. ഏതെങ്കിലും കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഫിറ്റ്നസ് ക്ലബ്ബുകളിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, അടുത്തുള്ള ജിമ്മുകളിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പൊ ഈ രീതിയിൽ നമുക്ക് നമ്മുടെ ഫിറ്റ്നസിന് വേണ്ടി നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബഡ്ഡി അല്ലെങ്കിൽ ഒരു വർക്ക്ഔട്ട് പാർട്ട്ണർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നമ്മുടെ വെയിറ്റ് ലോസ് എളുപ്പമായിരിക്കുന്നതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. അപ്പൊ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്കിപ്പോൾ ഓർമ്മ വന്നത്, നമ്മൾ ബി ഫിറ്റ് സ്ക്വാഡിലെ ജൂലൈ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ. ജൂലൈ 1-ാം തീയതിയാണെന്ന് തോന്നുന്നു നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാ മാസവും ഫസ്റ്റ് മൺഡേ ആണ് നമ്മുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ എന്നത്തെയും പോലെ തന്നെ ഇത്തവണ നമുക്ക് 4 weeks പ്ലാൻ ഉണ്ട്, അതുപോലെ തന്നെ 8 weeks പ്ലാൻ ഉണ്ട്, 90 days പ്ലാനുകൾ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു വെയിറ്റ് അനുസരിച്ച് ഇപ്പോൾ ഒരു 90+ kgs ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ, ഒരു 80 kgs ഒക്കെ കൂടുതലുള്ളവരാണെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു 3 months പ്ലാൻ ആണ് സജസ്റ്റ് ചെയ്യാറ്. അത്രയും സമയം വേണം നമുക്ക് ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് വെയിറ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ. അല്ലെങ്കിൽ കുറച്ചൊരു 60+ ആയിട്ടുള്ള ആളുകളൊക്കെയാണ്, അല്ലെങ്കിൽ 70+ ഒക്കെ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ നമ്മളൊരു 60 days പ്ലാൻ ആണ് അവർക്ക്, അതായത് 8 weeks പ്ലാൻ ആണ് സജസ്റ്റ് ചെയ്യാറ്. പിന്നെ ഒരു മാക്സിമം ഒരു 10 kilo ഒക്കെ കുറയ്ക്കേണ്ടു, അല്ലെങ്കിൽ ഒരു 7 kgs ഒക്കെ കുറയ്ക്കേണ്ടു എന്നെങ്കിൽ ഒരു മാസത്തെ പ്ലാൻ ആണ്, 1 മാസം മുതൽ 2 മാസം വരെയുള്ള പ്ലാൻ ആണ് നമ്മൾ അവർക്ക് സജസ്റ്റ് ചെയ്യാറ്. ഇപ്പൊ നിങ്ങൾ ഷുഗർ പേഷ്യന്റ് ആണ്, കൊളസ്ട്രോൾ പേഷ്യന്റ് ആണ്, തൈറോയിഡ്, PCOD, പോസ്റ്റ്പാർട്ടം, അങ്ങനെ ഏത് ടൈപ്പ് ഓഫ് കണ്ടീഷൻ ആണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിലും അതൊക്കെ കൺസിഡർ ചെയ്ത് കസ്റ്റമൈസ് ആയിട്ടുള്ള പ്ലാന് നിങ്ങൾക്ക് ഉണ്ടാക്കി തരാനായിട്ട് പറ്റും. പിന്നെ നിങ്ങൾക്ക് ഒരു സപ്പോർട്ടിംഗ് കമ്മ്യൂണിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, ഒരു ഫാമിലി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വെയിറ്റ് ലോസ് റിലേറ്റഡ് ആയിട്ട് വരുന്ന പ്രശ്നങ്ങളെ ഒന്നും തന്നെ ജഡ്ജ് ചെയ്യാത്ത ഒരു കമ്മ്യൂണിറ്റി ആയിരിക്കും ബി ഫിറ്റ് സ്ക്വാഡിൽ ഉണ്ടാവുന്ന ഒരു ഫാമിലിയാണത്. അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു സപ്പോർട്ടിംഗ് കമ്മ്യൂണിറ്റിയുടെ കൂടെ തന്നെ നിങ്ങളുടെ വെയിറ്റ് ലോസ് ഗോൾ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. ഒരു പ്രോപ്പർ ഡിസിപ്ലിൻ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതാണ് നമുക്ക് വേണ്ടത്. നമ്മളിപ്പം ചുമ്മാ ഒരു ഡയറ്റ് ചെയ്യുക, വർക്ക്ഔട്ട് ചെയ്യുക, അത് റിസൾട്ട് കിട്ടുക എന്നുള്ളതല്ല. അത് ഡിസിപ്ലിൻഡ് ആയിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എങ്ങനെ കൊണ്ടുപോകുന്നു അതിനനുസരിച്ചിട്ടാണ് നമുക്ക് നമ്മുടെ ഗോൾ വെയിറ്റിൽ റീച്ച് ചെയ്യാനും ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ സസ്റ്റൈനബിൾ ആയിട്ട് കൊണ്ടുപോകാനൊക്കെ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു ഡിസിപ്ലിൻ ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസും ഫിറ്റ്നസ് ക്ലബ്ബുകളും ഒക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ആ ഒരു കാര്യത്തിൽ കംപ്ലീറ്റ് അഷ്വറൻസ് ആണ് ബി ഫിറ്റ് സ്ക്വാഡ് നിങ്ങൾക്ക് തരുന്നത്. നമ്മൾ ഇതിനോട് തന്നെ ഏകദേശം എനിക്ക് തോന്നുന്നു 5000+ ഫീമെയിൽസിനെ നമ്മൾ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞു. ഒരുപാട് പേര് അവരുടെ ഐഡിയൽ വെയിറ്റ് റീച്ച് ചെയ്ത് കഴിഞ്ഞു. ഒരുപാട് പേര് PCOD, തൈറോയിഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞു. ഡയബറ്റിക് കണ്ടീഷൻ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ആണ് ബി ഫിറ്റ് സ്ക്വാഡിലൂടെ നമുക്ക് അവർക്ക് കൊടുക്കാനായിട്ട് പറ്റുന്നത്. ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലാണ് ഗിഫ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അതെങ്ങനെയാണ് സസ്റ്റൈനബിൾ ആയിട്ട് കൊണ്ടുപോകുക എന്നൊക്കെയാണ് ഞങ്ങൾ ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ഒരു ഐഡിയൽ വെയിറ്റിലോട്ട് നിങ്ങൾക്ക് റീച്ച് ചെയ്യണം, ഒരു പ്രൊഫഷണൽ സപ്പോർട്ടോട് കൂടി നിങ്ങൾക്ക് അതിലേക്ക് റീച്ച് ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതാണ് നിങ്ങളുടെ റൈറ്റ് ടൈം. ഇനി നമുക്ക് ഈ ഒരു ഇയർ ഫിനിഷ് ചെയ്യാൻ ഇനി 6 months മാത്രമേ ഉള്ളൂ. ജൂലൈ ആയിക്കഴിഞ്ഞാൽ പിന്നെ 6 months മാത്രമേ ഉള്ളൂ. ആ ഒരു 6 monthsൽ അറ്റ്ലീസ്റ്റ് ഒരു 3 months എങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യാൻ റെഡി ആണെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ബി ഫിറ്റ് സ്ക്വാഡിൽ ജോയിൻ ചെയ്യാം. താഴെ കാണുന്ന സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ തന്നെ ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. നിങ്ങളുടെ ഡിസിഷൻ പോലെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പൊ അതും കൂടി ഞാൻ ഈ ഒരു വീഡിയോക്കകത്ത് ഇൻക്ലൂഡ് ചെയ്യാണ് കേട്ടോ. കാരണം
നമുക്ക് ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ആ ഹെൽപ്പ് തുറന്ന് ചോദിക്കുക എന്നുള്ളത് ഏറ്റവും നല്ലൊരു ക്വാളിറ്റിയാണ്. അല്ലാതെ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് മോട്ടിവേഷൻ കിട്ടുന്നില്ല, അല്ലെങ്കിൽ എന്നെ പുഷ് ചെയ്യാൻ ആരുമില്ല, അങ്ങനെ ഹെൽപ്പ് ചോദിക്കാതിരിക്കുന്നത് തന്നെ നമ്മളോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ അത് എടുക്കുക. അത് തന്നെയാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് സജസ്റ്റ് ചെയ്യാനുള്ളത്. ഇനി നെക്സ്റ്റ് മോട്ടിവേഷന്റെ കാര്യത്തിൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് ഒരു റുട്ടീൻ നിങ്ങൾ ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതായത് നമുക്ക് കിട്ടുന്ന റിസൾട്ടിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ സ്കെയിലിൽ കാണുന്ന നമ്പർ, അതായത് നമുക്കിപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ആ ഒരു വെയിറ്റ് നമ്മൾ കാണിക്കും നമ്മുടെ സ്കെയിലിൽ, അതൊന്നും അല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മളൊരു പ്രോപ്പർ റുട്ടീൻ ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. നമ്മളിപ്പം എന്താ പറയാ, നമ്മൾ ഡെയിലി കുളിക്കുന്നുണ്ട്, നമ്മൾ ഡെയിലി ഭക്ഷണം കഴിക്കുന്നുണ്ട്, നമ്മൾ ഡെയിലി ബ്രഷ് ചെയ്യുന്നുണ്ട്, അങ്ങനെ എല്ലാം നമ്മൾ ഹാബിച്വൽ ആയിട്ട് നമ്മൾ പോകുന്ന ഒരു കാര്യമാണ്. നമ്മൾ എല്ലാ ദിവസവും അത് ചെയ്യും. നമുക്ക് മടിയാണെങ്കിലോ നമുക്ക് പനിയാണെങ്കിലോ നമുക്ക് തീരെ എഴുന്നേക്കാൻ വയ്യെങ്കിൽ പോലും നമ്മൾ എന്തായാലും പല്ല് തേക്കും അല്ലെ. അപ്പോൾ എന്താ പറയുക, ഇതൊക്കെ ഹാബിറ്റ് ആയിട്ട് നമ്മൾ ചെറുപ്പം മുതൽ ബിൽഡ് ചെയ്ത് വന്നിരുന്ന കാര്യങ്ങളാണ്. നമുക്ക് എന്തൊക്കെ മടിയായി കഴിഞ്ഞാലും നമ്മൾ പല്ല് തേക്കും ഡെയിലി. അപ്പോൾ ശരിക്കും ഇതൊരു റുട്ടീൻ ആയിട്ട് വരികയാണെങ്കിൽ, ഒരു ഹാബിറ്റ് ആയിട്ട് ബിൽഡ് ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് പിന്നെ വലിയ ഇഷ്യൂസ് ഒന്നും വരില്ല. എല്ലാ ദിവസവും ഒരു സമയം നമ്മൾ അതിനായിട്ട് മാറ്റി വെക്കുക, വർക്ക്ഔട്ട് ചെയ്യാനായിട്ടുള്ള സമയം. ആ സമയത്ത് വേറെ ഒരു കാര്യം നിങ്ങൾ ചെയ്യാതിരിക്കുക. ആ സമയത്ത് ഇപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിന് മുമ്പേ ആയിട്ട് തന്നെ നിങ്ങൾ വർക്ക്ഔട്ട് നിങ്ങൾ ഫിനിഷ് ചെയ്യാൻ നോക്കുക. നമ്മൾ മോട്ടിവേറ്റ് ചെയ്യാൻ ശരിക്കും പറഞ്ഞാൽ ആരും വരില്ല. ഈ മോട്ടിവേഷൻ എന്ന് പറയുന്ന വേർഡ് തന്നെ ജസ്റ്റ് ഒരു മിത്താണ്. ഇപ്പൊ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാലും ചിലപ്പോൾ ഈ ഒരു നിമിഷം നിങ്ങൾ മോട്ടിവേറ്റഡ് ആയിട്ടുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ വർക്ക്ഔട്ട് ഇന്ന് നിങ്ങൾ ചെയ്യുമായിരിക്കും. പക്ഷെ നാളെ ചിലപ്പോൾ ഈ ഒരു മോട്ടിവേഷൻ കംപ്ലീറ്റ്ലി ഡ്രോപ്പ് ആവും. പക്ഷെ ആ സമയത്ത് വീണ്ടും എന്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോട്ടിവേഷൻ കിട്ടണമെന്നില്ല. മോട്ടിവേഷൻ ഉണ്ടാവുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. നമ്മൾ മറ്റൊരാൾ പറഞ്ഞത് കൊണ്ടോ അയാൾ പറയുന്നത് കേട്ടത് കൊണ്ടോ ഒന്നും നമുക്ക് മോട്ടിവേഷൻ ഉണ്ടാവില്ല. നമ്മളത് അങ്ങനെ ഉണ്ടാവുന്നത് നമുക്ക് തോന്നുന്നത് വെറുതെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെ തോന്നണം. നമ്മൾ എത്രയൊക്കെ കഷ്ടപ്പെട്ട് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാലും അല്ലെങ്കിൽ മറ്റൊരാളുടെ മോട്ടിവേഷൻ നിങ്ങൾ കേട്ട് കഴിഞ്ഞാലും നമ്മുടെ ഉള്ളിൽ തോന്നാതെ നമ്മൾ ഒരിക്കലും ഒരു കാര്യങ്ങളും ചെയ്യില്ല. അത് നിങ്ങൾക്ക് തന്നെ ചിന്തിച്ച് നോക്കാവുന്നേ ഉള്ളൂ. എത്രയൊക്കെ ഒരാൾ ഇരുന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ ഇപ്പോൾ ഏകദേശം ഒരു 800 അല്ലെങ്കിൽ 900+ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എല്ലാത്തിലും ഒരു തരത്തിലുള്ള മറ്റൊരു തരത്തിൽ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന വീഡിയോസ് തന്നെയാണത്. പക്ഷേ എത്ര പേര് ഇപ്പോഴും കറക്റ്റ് ആയിട്ട് ഒരു ഫിറ്റ്നസ് റുട്ടീൻ ഫോളോ ചെയ്യുന്നവരുണ്ട്? അപ്പൊ അത് നിങ്ങളുടെ ഉള്ളിൽ തോന്നണം. ഞാൻ എത്രയോ വീഡിയോസ് ചെയ്തിട്ടും എത്ര നിങ്ങൾ ഇൻസ്പയർ ചെയ്തിട്ടും കാര്യമില്ല. നിങ്ങളുടെ ഉള്ളിൽ തോന്നിക്കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ ലൈഫിനേക്ക് വേണ്ടിയിട്ട് ഒരു സ്റ്റെപ്പ് നിങ്ങൾ എടുക്കുള്ളൂ. ഒരു സേയിങ് ഉണ്ട്, അത് നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പെയിൻ ഓഫ് ഡിസിപ്ലിൻ ഈസ് ബെറ്റർ ദാൻ പെയിൻ ഓഫ് റിഗ്രറ്റ്. ഈ കമന്റ് ഇട്ട കുട്ടിയടക്കം, അതായത് ഞാനടക്കം നിങ്ങളടക്കം ഒരുപാട് പേര് ഇങ്ങനെ ഡിമോട്ടിവേറ്റഡ് ആയിട്ട് നമുക്ക് വേണ്ടുന്ന ഒരു കാര്യങ്ങളും ചെയ്യാതിരിക്കുന്നുണ്ടാവും. ഒരു വർക്ക്ഔട്ട് റുട്ടീൻ ഫോളോ ചെയ്യുന്നില്ല, ഡയറ്റ് റുട്ടീൻ ഫോളോ ചെയ്യുന്നില്ല, നമുക്ക് തോന്നിയതുപോലെ നമ്മൾ ജീവിക്കുന്നു. ഒരു റുട്ടീൻ ഇല്ലാത്ത, ഒരു ഡിസിപ്ലിൻ അല്ലാത്തൊരു ലൈഫ് സ്റ്റൈൽ. ഈ ഒരു ലൈഫ് സ്റ്റൈലിലൂടെ പോകുമ്പോൾ നിങ്ങൾ എത്ര പേര് ഹാപ്പിയാണ് എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കണം. ഇതൊക്കെ ചെയ്തിട്ടും നിങ്ങൾ ഹാപ്പി ആണെങ്കിൽ കംപ്ലീറ്റ്ലി ഓക്കെ, നിങ്ങൾക്ക് ഈ റുട്ടീൻ തന്നെ ഫോളോ ചെയ്യാം. പക്ഷെ നിങ്ങൾ അതിനെപ്പറ്റി റിഗ്രറ്റ് ചെയ്യുന്നു. അതായത് ഈ ഒരു കമന്റ് തന്നെ അതിനുള്ള ഒരു എന്താ പറയുക എക്സാമ്പിൾ ആണ്. ഇങ്ങനെയൊക്കെ ആയതിൽ, അല്ലെങ്കിൽ എനിക്ക് മടിയായത് കാരണം, അല്ലെങ്കിൽ എനിക്ക് മോട്ടിവേഷൻ ഇല്ലാത്തത് കാരണം, ഞാൻ ഡയറ്റ് ചെയ്യാത്തത് കാരണം, വർക്ക്ഔട്ട് ചെയ്യാത്തത് കാരണം ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു കമന്റ് ആണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പൊ അത് നിങ്ങൾക്ക് പെയിൻഫുൾ ആണെങ്കിൽ ആ ഒരു പെയിനേക്കാളും എത്രയോ ബെറ്റർ ആണ് നിങ്ങൾ ഇതൊക്കെ ചെയ്യുമ്പോൾ, അതായത് ഇതൊക്കെ ഡിസിപ്ലിൻഡ് ആയിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന പെയിൻ. ഇതൊക്കെ നമ്മുടെ ലൈഫിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, സ്ട്രഗിൾസ് ഉണ്ടാവും. ആ സ്ട്രഗിൾസിലൂടെ ഒക്കെ ആയിരിക്കും നമ്മൾ ഡയറ്റ് ഫോളോ ചെയ്യുന്നതും വർക്ക്ഔട്ട് ഫോളോ ചെയ്യുന്നതും ഒക്കെ. പക്ഷെ അത് നമുക്ക് സന്തോഷം തരുന്നുണ്ടെങ്കിൽ ഈ ഒരു റുട്ടീൻ ഇല്ലാത്തൊരു ലൈഫ് ജീവിക്കുന്നതിനേക്കാളും എത്രയോ ബെറ്റർ അല്ലേ അത്? അപ്പൊ അത് നിങ്ങൾ ചിന്തിച്ച് നോക്കുക. അത് ഞാൻ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുമ്പോൾ എനിക്ക് ഒരു നല്ലൊരു ഹാപ്പിനെസ് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നതിനേക്കാളും, ഇതൊന്നും ചെയ്തിട്ടില്ല എന്ന് ആലോചിച്ച് ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് ഞാൻ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്ത് അതിൽ നിന്ന് ഞാൻ ഹാപ്പിനെസ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഈ ഒരു രീതിയിലായിരിക്കണം നിങ്ങളും നിങ്ങളുടെ ഫിറ്റ്നസ് റുട്ടീൻ തന്നെയല്ല, നിങ്ങളുടെ ലൈഫ് തന്നെ മുന്നോട്ട് പോകേണ്ടത് ഈ ഒരു സേയിങ്ങിലൂടെ ആയിരിക്കണം. അപ്പൊ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ എത്രത്തോളം മോട്ടിവേറ്റ് ചെയ്തെന്നോ അല്ലെങ്കിൽ ഇത് നിങ്ങളൊരു മാറ്റം ഉണ്ടാക്കിയെടുക്കുമെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കുറച്ച് കാര്യങ്ങൾ, എനിക്ക് വർക്കായ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇനി നമുക്ക് നാളത്തെയും മറ്റന്നാളത്തെയും ടാസ്ക് എന്താണെന്ന് നോക്കാം. അപ്പൊ നാളെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 8,000 to 10,000 സ്റ്റെപ്സ് കവർ ചെയ്യാന്നുള്ളതാണ്. നാളെ ചെയ്യേണ്ടുന്ന 15 മിനിറ്റ്സ് വർക്ക്ഔട്ട് വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾ കൃത്യം, അതിപ്പം ഒരു മണിക്കൂറുള്ള ഒരു വർക്ക്ഔട്ട് ആണെങ്കിൽ കൃത്യം നിങ്ങൾ 15 മിനിറ്റ്സ് തന്നെ ചെയ്താൽ മതിയാവും. പക്ഷേ എക്സ്ട്രാ ഈ ഒരു 8,000 to 10,000 സ്റ്റെപ്സ് നിങ്ങൾ നാളെ കവർ ചെയ്യാൻ വേണ്ടി നോക്കണം. ഇനി സൺഡേയിലേക്കുള്ള നിങ്ങളുടെ ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സൺഡേ നമുക്ക് റെസ്റ്റ് ഡേ ആണ്, ആക്റ്റീവ് റെസ്റ്റ് ഡേ ആണ്. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം, വീട് ക്ലീനിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. അതൊക്കെ ഒരു കലോറി ബേണിൽ വരുന്ന ഒരു കാര്യമാണ്. അതല്ലാതെ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു 10 മിനിറ്റ് നിങ്ങൾക്കായി മാറ്റി വെച്ച് ആ 10 മിനിറ്റ് നിങ്ങൾ ഒരു മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കേൾക്കാനുള്ള ഒരു മ്യൂസിക്കിന്റെ ഒരു യൂട്യൂബ് വീഡിയോ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അത് പ്ലേ ചെയ്യുക. കണ്ണടച്ച് നിങ്ങളെ മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളിലേക്ക് മാത്രം നിങ്ങൾ ശ്രദ്ധ കൊടുക്കുക, ഫോക്കസ് ചെയ്യുക. കുറച്ചു നേരം റിലാക്സ്ഡ് ആയിട്ട്, മൈൻഡൊക്കെ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ നോക്കുക. നിങ്ങളെ തന്നെ നിങ്ങൾ പുഷ് ചെയ്യാനും മോട്ടിവേറ്റ് ചെയ്യാനും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുക.
പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക. ഈ മെഡിറ്റേഷൻ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ടൈം രാവിലെയാണ്. നമ്മൾ രാവിലെ ആരും എഴുന്നേക്കുന്ന മുമ്പ് നമ്മൾ എഴുന്നേക്കാൻ പറ്റുമെങ്കിൽ ഒരു 10 minutes അത് തന്നെയായിരിക്കും ഏറ്റവും ബെസ്റ്റ് ടൈം. വലിയ സൗണ്ടുകളൊന്നും ഇല്ലാത്തൊരു സമയം. അല്ലാതെ നിങ്ങൾ ഈവനിങ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു റൂം അടച്ച് ജസ്റ്റ് ഒരു ഡാർക്ക് റൂം സെറ്റ് ചെയ്തിട്ട് ഈ ഒരു മെഡിറ്റേഷൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് നോക്കുക. കുറച്ച് നേരം കണ്ണടച്ചിരിക്കുക. അതായത് നിങ്ങൾക്ക് മെഡിറ്റേഷൻ എന്നുള്ള രീതിയിലൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. കുറച്ച് നേരം കണ്ണടച്ച് ഇരുന്ന ഒരു 10 minutes നിങ്ങൾക്കായിട്ട് നിങ്ങൾ സമയം കൊടുക്കുക. അപ്പോൾ ഈ 2 ടാസ്ക്കാണ് സാറ്റർഡേ സൺഡേ നിങ്ങൾക്ക് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ അതോടെ എനിക്ക് തോന്നുന്നു നമ്മൾ 7 ദിവസം കംപ്ലീറ്റ് ചെയ്യാണ്. 15 days ഡെയിലി ടാസ്ക് ചാലഞ്ച് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇനിയും ദിവസങ്ങളുണ്ട്, നമുക്ക് നോക്കാം. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കും. ബൈ.